ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ഉയർന്ന ബൈയിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി 1.60% ഉയർന്ന് 25,062 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ സ്ട്രോങ് ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. അതേസമയം മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. പൊതുവെ ഇൻഡെക്സിന്റെ പെർഫോമൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് 0.67%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.94%വുമാണ് ഉയർന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ നടന്ന വാല്യൂ ബൈയിങ് തന്നെയാണ്. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ടാറ്റ മോട്ടോഴ്സ്, HCL ടെക്, എറ്റേണൽ, അദാനി പോർട്സ്, ഏഷ്യൻ പെയിന്റ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ഉയർന്ന ബൈയിങ് വന്നു. സ്റ്റോക്കുകൾ 2 മുതൽ 4% ഉയരുകയും ചെയ്തു. റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിലും ഇന്ന് ബൈയിങ് മൊമെന്റം ശക്തമായിരുന്നു. കൂടാതെ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ചില ശുഭസൂചനകൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഇവിടെ സീറോ താരിഫ് അല്ലെങ്കിൽ പരസ്പരം താരിഫുകൾ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ US വ്യാപാര കരാർ നീങ്ങിയേക്കും എന്ന രീതിയിലുള്ള അപ്ഡേറ്റാണ് വരുന്നത്. ഇത് മാർക്കറ്റിൽ ഒരു ഫ്രഷ് ട്രിഗറായി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന ഫാക്ടർ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ Q4 റിസൾട്ട് സെഷനിൽ കമ്പനികളുടെ പെർഫോമൻസ് ആണ്. മോത്തിലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം നിഫ്റ്റി 50-ലെ തന്നെ ഇതുവരെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട 27 കമ്പനികളുടെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളും മിക്സഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. മേജർ കമ്പനികളുടെയൊക്കെ ആവറേജ് സെയിൽസിൽ 9%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 4% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ ചില സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ചില കമ്പനികൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്നുള്ള പ്രതീക്ഷ ശക്തമായിട്ടുണ്ട്. ഇതും മാർക്കറ്റിൽ ഒരു സ്റ്റിമുലസ് ആയി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 25,000-ന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ 25,350, 25,500, 25,690 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം 24,500 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടും 24,400 10-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിച്ചേക്കും. അതുകൊണ്ട് മാർക്കറ്റിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ഇന്ത്യ താരിഫ് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു വാഗ്ദാനം ലഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി ഓട്ടോ 2% ഉയർന്നു. ഓട്ടോ സെക്ടറിലെ പ്രധാന സ്റ്റോക്കായ ഹീറോ മോട്ടോർ കോർപ്പ് 6% ഉയർന്ന് 52 വീക്ക് ഹൈയിലേക്കെത്തി. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഏറ്റവും മികച്ച വളർച്ചാ സാധ്യതയുള്ള വിപണിയായി അമേരിക്കയെ പരാമർശിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കുകളിലും ഉയർന്ന ബൈയിങ് മൊമെന്റം പ്രകടമായി. കൂടാതെ ഇന്ത്യ US വ്യാപാര കരാറിൽ ഓട്ടോമൊബൈൽ സെക്ടറിന് ലഭിക്കാൻ സാധ്യതയുള്ള ചില ഇളവുകളെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ബജാജ് ഓട്ടോ, TVS മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകൾ 2% ഉയർന്നു. സംവർധന മദർസൺ 2% ഉയരുകയും അശോക് ലേലാൻഡ്, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾ 1.8% ഉയരുകയും ചെയ്തു. ബോഷ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഐഷർ മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ പല അമേരിക്കൻ കമ്പനികൾക്കും ചൈനയിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആപ്പിളിൻ്റെ CEOയുമായി അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചു എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകളും വന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെന്റം വന്നത്. മുമ്പ് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് മുകളിൽ 25% ഇമ്പോർട്ട് താരിഫ് അമേരിക്ക ചുമത്തിയിരുന്നു. ആ താരിഫ് ഒഴിവാക്കുകയും ചെയ്തതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. HSBC ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളുടെയും റിസർച്ച് റിപ്പോർട്ട് ടാറ്റ മോട്ടോഴ്സിനെതിരായിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോഴ്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. HSBCയുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ടാറ്റ മോട്ടോഴ്സിന് ഹോൾഡ് എന്ന റേറ്റിംഗും 700 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്.
ജഗ്വാർ ലാൻഡ് റോവർ ഫ്യൂച്ചറിൽ നേരിടാൻ സാധ്യതയുള്ള ചില ചലഞ്ചസുകൾ മുന്നിൽ കണ്ടാണ് HSBC സ്റ്റോക്കിന് ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ പോർട്ട്ഫോളിയോ പഴയതാകുന്നതും ഡൊമസ്റ്റിക് ഇലക്ട്രിക് വെഹിക്കിളിലും പാസഞ്ചർ വെഹിക്കിൾ സെക്ടറിലും കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ നഷ്ടമാകുന്നതും കൊമേഴ്സ്യൽ വെഹിക്കിൾ സെക്ടറിൽ കമ്പനി കടുത്ത കോമ്പറ്റീഷൻ നേരിടുന്നതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ പേരൻ്റ് കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിന് HSBC ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ജഗ്വാർ ലാൻഡ് റോവറിന് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 70% ജഗ്വാർ ലാൻഡ് റോവറിന് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവയിൽ 70% ഇടിവ് വരും എന്നുള്ളൊരു അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ജഗ്വാർ ലാൻഡ് റോവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട വിപണിയാണ്. ഈ വിപണിയിൽ വളർച്ചാ സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഫാക്റ്റുകളൊക്കെ മുന്നിൽ കണ്ടാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് 4% ഉയർന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്